GST പോർട്ടലിൽ ഒക്ടോബർ 2024 മുതൽ ആക്റ്റീവ് ആകാൻ പോകുന്ന ഒരു ചേഞ്ചാണ് ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതൊരു സിമ്പിൾ നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണെന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇതുവരെയുള്ള GST ഫയലിംഗ് സിസ്റ്റത്തിനെ കംപ്ലീറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രാക്ടിക്കൽ ഇഷ്യൂസ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. സോ ഓൺലൈനിൽ ഒരുപാട് അനാലിസിസ് ഞാൻ കണ്ടു. ഇതിലൊന്നും തന്നെ പ്രാക്ടിക്കൽ ഫയലിങ്ങിൽ വരുത്തുന്ന ചേഞ്ചസിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂസിനെ പറ്റിയോ ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 സ്റ്റെപ്സിലാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഈ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് അഡ്വൈസറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യും. അതിനുശേഷം ഇത് GST റിട്ടേൺസിനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, GST പേയ്മെൻറ്റിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇതുകൊണ്ട് ടാക്സ് പേസിന് വരാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ്. റെസിപ്പിയൻസിന് സപ്ലൈസിൽ നിന്നുള്ള ഇൻവോയ്സ് കറക്ഷൻസും അമെൻഡ്മെൻറ്റ്സ് എല്ലാം എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണെന്നാണ് ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്സും അതുപോലെ തന്നെ സപ്ലൈസ് ഇഷ്യൂ ചെയ്തുള്ള റെക്കോർഡ്സ് തമ്മിൽ മാച്ച് ചെയ്ത് കറക്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സഹായിക്കും. Accept or reject an invoice or keep it pending in the system which can be availed later. സാധാരണയായിട്ട് നമുക്ക് GSTR 2Bയിൽ വരുന്ന ഇൻവോയ്സസ് ഡയറക്റ്റ്ലി 3Bയിലേക്ക് ഫോർവേഡ് ചെയ്യാണ് പതിവ്. അവിടെ നിന്ന് നമുക്ക് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ആക്സെപ്റ്റോ റിജക്റ്റോ അല്ലെങ്കിൽ പെൻഡിങ് സ്റ്റാറ്റസിലേക്കോ നമുക്ക് ഒരു റെക്കോർഡിനെ മാറ്റാനായിട്ട് സാധിക്കും. പെൻഡിങ് സ്റ്റാറ്റസിലേക്ക് വിടുകയാണെങ്കിൽ അത് പിന്നീട് അവൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത്രയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഇത് ഓപ്ഷനിലാണെന്ന് കൂടി പറയുന്നുണ്ട്. സോ ഇതുകൊണ്ട് എന്ത് ഇഷ്യൂ വരാനാണ്? റിസീപ്പിയറിനെ ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ പെൻഡിങ്ങിലേക്ക് വെച്ചാൽ പോരെ, അത് ITC പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകും. ഒരു പരിധി വരെ ശരിയാണ്, പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസും സംഭവിക്കുന്നുണ്ട്. 1 ഒക്ടോബർ മുതൽ നമുക്ക് പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വൈസറി ഉണ്ട് ഡീറ്റെയിൽഡായിട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസറി കാണാവുന്നതാണ്. ടോട്ടലി 4 പേജസിലാണ് ഈ അഡ്വൈസറി കൊടുത്തിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. എന്താണ് ഇതിൻ്റെ എഫക്റ്റ് റിട്ടേൺസിൽ വരാൻ പോകുന്നത്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ആദ്യം തന്നെ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ ടേംസ് ഒന്ന് വായിച്ച് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രസൻറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാം. ഈ പാർട്ട് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ വായിച്ചതായിരിക്കാം, ബട്ട് എല്ലാ ടേംസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കേൾക്കണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചാർട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല.